ഒരാൾ ചാരി ഇരിക്കുകയാണ് കേട്ടോ. അവിടെ ഇരിക്കുന്നൊക്കെ എന്നെ വിളിക്കാൻ മടിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട്. രാവിലെ ഞങ്ങൾ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എങ്ങനെ ഇരിക്കും കേട്ടോ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒത്തിരി ഉഷാറായി. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് കാലൊന്ന് രാവിലെ രുചിനെ കുളിപ്പിച്ചപ്പം ബാത്റൂമിലൊന്ന് ചെറുതായിട്ട് ഒന്ന് വീണ് കേട്ടോ. ഞാൻ വീണോളൂ, രുചി വീഴണ്ടായിരുന്നു. ഭാഗ്യത്തിന് സോപ്പെല്ലാം കൂടെ കാലിയെ പറ്റിയിട്ടുണ്ടല്ലോ. ഇവളിങ്ങനെ നടന്ന് വിറയ്ക്കുമായിരുന്നു. ഇവൾക്ക് കാലിൻ്റെ അടിയിൽ സോപ്പ് പറ്റിയിട്ട് ഇവളുടെ കാല് ഉറയ്ക്കുന്നില്ല, കൈ ഉറയ്ക്കുന്നില്ല, കൈ അങ്ങ് പിടിക്കാനും പറ്റുന്നില്ല. ഞാൻ അപ്പോൾ ചെറുതായിട്ടൊന്ന് വീണ് കഴിഞ്ഞപ്പോൾ ലിജി ഭയങ്കരമായി ചിരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കരച്ചിലായിരുന്നു. ഞാൻ വീണെന്നും പറഞ്ഞു. അവൾക്ക് ചില ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എനിക്കപ്പോൾ അപ്പം ചിരിയെ വരുത്തോളൂ ലിജിക്ക്. അതെന്താണെന്ന് അറിയത്തില്ല, നമുക്ക് പെട്ടെന്ന് ചിരി വന്നു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ ഉച്ചയ്ക്ക് അളിയനും പെങ്ങളും ഒക്കെ വരുന്നുണ്ട്. അവർ ഞങ്ങൾക്ക് ചോറൊക്കെ ആയിട്ട് നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവരിന്ന് പോയിട്ട് വീടൊക്കെ വൃത്തിയാക്കി വിട്ടതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതാണ്. പിന്നെ ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക് റോഡിൽ. അപ്പോൾ നാളെ രാവിലെ അങ്ങ് പോകാമെന്ന് കരുതി. അതാ സംഭവം. അച്ഛനപ്പുറത്തിടന്ന് ഉറങ്ങുന്നത് കേട്ടോ. അമ്മയ്ക്കിപ്പം എങ്ങനെയുണ്ടമ്മ? ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ. വേദനയൊക്കെ ഒത്തിരി കുറവുണ്ട്. എന്നാലും ചില സമയം വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർജറി ചെയ്ത ഭാഗത്തുള്ള വേദന. രാത്രിയാണ് വേദന. ഇപ്പോൾ മാസ്ക് ഒക്കെ വെച്ചിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരൊക്കെ കാണാൻ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 2 ദിവസം ഇവിടെ തങ്ങിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞ് ഇവിടെ നിന്നിട്ട് പോയാൽ മതി, കുറേ നാൾ ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ കുറേ നാൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, വാടകയൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ അത് തന്നെയല്ല, നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലും. അപ്പോൾ അതൊക്കെ സ്ഥിരം പുറത്ത് കഴിച്ചാലും പാടാം. അത് പിന്നെ വീട്ടിൽ വയറിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ സ്ഥിതി നേരെ ഇരിക്കും. ഇങ്ങോട്ട് കഴിച്ചിട്ടിരിക്കാം വെച്ചിട്ടിരിക്കുക. അപ്പോൾ എന്നോട് ആ സൈഡിൽ വന്ന് കിടക്ക്, തല മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് ചെയ്തിട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് മോന്തയ്ക്ക് കടിക്കുക, മുടി പിടിച്ച് വലിക്കുക, ഇതൊക്കെ അവളുടെ സ്നേഹം കൊണ്ട് ഇപ്പോഴും കരഞ്ഞിട്ടിരിക്കുക കേട്ടോ. ഞാൻ വീണത് ഓർത്തിട്ട് ഇടയ്ക്ക് ചിരിക്കും, പിന്നെ കരയും. എനിക്ക് എന്താ അറിയില്ല, ചിരി വരും എന്നല്ലേ. അതിപ്പോൾ അവളുടെ പ്രശ്നമല്ല, അത് ഒരു മനസ്സിൻ്റെ പ്രശ്നം കേട്ടോ. ചെറിയ സന്തോഷമൊക്കെ വരുമല്ലോ, ഒരാൾ മറിഞ്ഞ് കഴിയുമ്പോഴൊക്കെ നമ്മളും ചെറിയ തമാശ പോലെ ചിരിക്കുമല്ലോ കോമഡിയിലൊക്കെ. അതുപോലെ അവൾക്ക് തോന്നിയത്. അങ്ങനെ എൻ്റെ കാലിൽ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന, എന്താണെന്നറിയില്ല. അത് മാറി. രാവിലെ ഇച്ചിരി വേദന ഉണ്ടായിരുന്നു, മാറി. അന്നേരം പറ്റിയതാണോ അതിന് മുന്നേ പറ്റിയാണോ എന്ന് അറിയാൻ വയ്യ. ഏതാ ടീഷർട്ട്? എൻ്റെ ടീഷർട്ടാണ്. ഇല്ല, ടീഷർട്ട് എടുത്തിട്ടൊന്നിരിക്കാം. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് അവരിപ്പോൾ വരും. കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്നു വീട്ടിൽ നിന്ന്. ഡ്രസ്സ് ഇടയ്ക്ക് അലക്കാൻ കൊടുത്തു വിട്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതാണ് പരിപാടി. പിന്നെ കുറച്ച് ഡ്രസ്സ് ഞാനിവിടെ അലക്കിയിട്ട് അച്ഛനൊരു ഡ്രസ്സലൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കുന്നു. അങ്ങനെ സംഭവം കേട്ടോ. അപ്പോൾ കുറേ പേര് വിളിച്ചിട്ട് അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. അമ്മ സുഖമായിട്ടിരിക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കുറേ മാറ്റമുണ്ട്. നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. വീട്ടിൽ പോയായിരുന്നു ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം നമുക്കും ജോലി കൂടുതലാണ്. കാരണം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. ഈ ഒരു അവസ്ഥയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാം. നാളെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ടൈമുണ്ട്. ഇപ്പം അമ്മ ഇച്ചിരി ഓക്കെ ഉണ്ട്, നമ്മളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറഞ്ഞല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ 2 ദിവസം ഇവിടെ ഇരുന്നപ്പോൾ നമുക്കും ഫുഡൊക്കെ പെട്ടെന്ന് വാങ്ങിച്ച് കഴിക്കുന്നതുകൊണ്ട് കറക്റ്റ് സമയത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടൊക്കെ കുഴപ്പമില്ല. അപ്പോൾ അതാണ്. അവരെന്തായാലും വരട്ടെ. അവർ വന്നതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി ഇരുന്ന് ഒരാളെ കാത്തിരുന്ന് കിടന്നു കേട്ടോ. തല്ല് കൈയൊക്കെ വെച്ചേക്കുന്നുണ്ടോ, ഫോണൊക്കെ എടുത്ത് അകത്ത് വെച്ചേക്ക് കേട്ടോ. മാറ്റി വെക്കട്ടെ തലയുടെ അടുത്തുനിന്ന്. എന്താ എന്നാ പിടിച്ചോ. അപ്പോൾ നമ്മളൊരു സാധനം കാണിക്കേണ്ട കേട്ടോ. ഇതാണ് അമ്മയുടെ ഈ പേസ് മേക്കർ വെക്കുമ്പോഴുള്ള ID കാർഡുണ്ട്. കാരണം നമ്മുടെ
ഈ കാന്തിക ശക്തി വലയങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒന്നും അതിൽ കൂടെ ഒന്നും പോക്കൂടാ കേട്ടോ, മാഗ്നറ്റ് അട്രാക്റ്റീവിനെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അങ്ങനെ ഒരു ID കാർഡ് ഒക്കെ കേട്ടോ. ഇതാണ് സംഭവം കേട്ടോ, പേഷ്യൻ്റ് ID കാർഡ് എന്ന് പറഞ്ഞിട്ട് തന്നേക്കുന്ന സാധനം കേട്ടോ. ഡോക്ടർ നാരായണൻ നമ്പൂരി SCTMST. അപ്പോൾ ഇത് കുട്ടത്തിയുടെ നമ്പറാണല്ലോ കൊടുത്തേക്കുന്നത്. അതാരാ കൊടുത്ത നമ്പർ? ആ നമ്പർ അച്ഛനാ കൊടുത്തത്? ആണോ? ഇല്ല, അവൾ വന്നില്ലല്ലോ അകത്ത്. അത് ഇതിനകത്ത് തിരുത്തി കഴിഞ്ഞാൽ ഇനി മൊത്തം ഇതാവും. ഇനി കുഴപ്പമില്ല, അതിനകത്ത് ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ID കാർഡ് കിട്ടും കേട്ടോ, പേസ് മേക്കർ പേഷ്യൻസ് ID കാർഡ്. ദ ഓണർ ഓഫ് ദീസ് ID കാർഡ് ക്യാരീസ് ആൻ ഇംപ്ലാന്റബിൾ കാർഡിയാക് പേസ് മേക്കർ. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടത് നമ്മൾ എവിടെയെങ്കിലും എയർപോർട്ടിലോ മാളിലോ മെട്രോയിലോ ഒക്കെ പോകുമ്പോൾ നമ്മളെ സ്കാൻ ചെയ്യും. മെറ്റൽ ഡിറ്റക്ടർ പോലത്തുള്ള സ്കാനിങ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കയറുമ്പോൾ നമ്മൾ ഇത് കാണിക്കണം, എന്നാലേ നമുക്ക് അത് ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ പലരും നമ്മളെ അമ്മ സർജറിയൊക്കെ ചെയ്യാനായിട്ടിരുന്ന സമയത്ത് ഇടിമിന്നൽ വരുമ്പം അതിൻ്റെ കീഴിൽ പോകാൻ പാടില്ല, മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, പിന്നെ ഫാൻ്റെ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പലരും പല തെറ്റിദ്ധാരണാജനകമായ കുറേ കാര്യങ്ങൾ അമ്മയെ പറഞ്ഞ് പേടിപ്പിച്ചു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ആകെ ടെൻഷൻ ചെയ്ത് ഇനി എന്ത് ചെയ്യും, മൊബൈൽ ഉപയോഗിക്കുന്നത് എങ്ങനെ, അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ വന്ന്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പേപ്പർ ഇത് ഇവിടുന്ന് കിട്ടും കേട്ടോ. ആ പേപ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം നമ്മൾ വീഡിയോ കാണുന്ന പലർക്കും അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവട്ടെ. കാരണം ആർക്കെങ്കിലും നമ്മളിനി മുന്നേ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പം അവർക്കൊരു ഹെൽപ്പ് ആവണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ സംഭവം അത് കാണിച്ചു തരാം. എടാ പേപ്പർ എന്തേ? അപ്പം ഇതാണ് കേട്ടോ കുറച്ച് നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞത്. ശ്രീധർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. പേസ് മേക്കർ ഘടിപ്പിക്കുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടോ. പേസ് മേക്കർ ഘടിപ്പിച്ചിരിക്കുന്ന വശത്തെ തോളിൻ്റെ ചലനം 48 മണിക്കൂർ വരെ നിയന്ത്രിക്കണം. ഒരാഴ്ച വരെ ലഘുവായ ചലനങ്ങളാകാം. അതിനുശേഷം സാധാരണ പോലെ ചലിപ്പിക്കാൻ തുടങ്ങാം. എങ്കിലും ആ വശത്തെ കൈ ഉപയോഗിച്ചുള്ള അമിതാധ്വാനം പിന്നീട് ഒഴിവാക്കണം. നമ്മൾ വലം കൈയാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ, അതുകൊണ്ട് ഇടത്ത് കൈ അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിലേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അതിൻ്റെ വലിയ ഉപയോഗം കാര്യങ്ങളും വരാത്തതുകൊണ്ട് ഉപയോഗിക്കേണ്ട. പിന്നെ തൂമ്പെടുത്ത് കിളയ്ക്കുക, മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷേ അതൊക്കെ ഇപ്പോഴും പേസ് മേക്കർ വെച്ചതിന് ശേഷം ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മൾ വിളിച്ചിട്ട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കാര്യങ്ങളും വലിയ പ്രശ്നമില്ല. നമ്മൾ അമിതമായ അധ്വാനം കൊടുക്കാതിരുന്നാൽ മാത്രം മതി. അതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്, മുറിവിൽ എണ്ണയോ പൗഡറോ പോയിട്ട്, കാരണം സർജറി ചെയ്തെടുത്ത കാര്യത്തെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പേസ് മേക്കർ ക്ലിനിക്കിൽ നേരിട്ട് കാണിക്കേണ്ടതാണ്. എന്താ പരിപാടി? കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, വീട്ടിലെ വൈദ്യുതോപകരണങ്ങൾ, സ്വിച്ചുകൾ, റിമോട്ട് കൺട്രോൾ എന്നിവ പ്രവർത്തിക്കുന്നതിൽ യാതൊരു നിയന്ത്രണവുമില്ല. അതായത് അത് ഉപയോഗിക്കുന്നത് കൊണ്ടോ, റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്നുണ്ടോ, സ്വിച്ചുകൾ ഉപയോഗിക്കുന്നുണ്ടോ, വൈദ്യുതി ഉപകരണം അതായത് TV, മിക്സി, ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ല. അത് നമുക്ക് പഴയ പോലെ ഉപയോഗിക്കാം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, മൊബൈൽ ഫോൺ പേസ് മേക്കർ ഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ എതിർവശത്തെ കയ്യിൽ സംസാരിക്കുക. പിന്നെ ഹെഡ്സെറ്റ് ഫോൺ യൂസ് ചെയ്യുക. പേസ് മേക്കറിന് അടുത്തുള്ള പോക്കറ്റിൽ മൊബൈൽ ഫോൺ വയ്ക്കുന്നത് ഒഴിവാക്കുക. കാരണം മാഗ്നറ്റിക്കായിട്ടുള്ള ഒരു പ്രശ്നം മാഗ്നറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇതുമായിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യവും പറഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ മെയിനായിട്ട് ട്രാൻസ്ഫോമർ പോലുള്ള വൈദ്യുത പ്രവാഹം കൂടിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക. അത് ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ എന്തായാലും നമ്മൾ ആരും പോയി നിൽക്കാറില്ല. അത് സാധാരണ പോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ കീഴിലൊന്നും പോയി നിൽക്കരുത്. പിന്നെ കാന്തശക്തി ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്ന സ്ഥലങ്ങളിൽ വിമാനത്താവളം, ഷോപ്പിംഗ് സെൻറ്ററുകൾ എന്നിവ ചെല്ലുമ്പോൾ പേസ് മേക്കർ ഘടിപ്പിച്ചിരിക്കുന്ന കാര്യം അവരെ അറിയിക്കുക. അതായത് നമ്മൾ മാളിലോ എയർപോർട്ടിലോ അല്ലെങ്കിൽ മെട്രോ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടാവും, സ്കാൻ ചെയ്യുന്ന മെറ്റൽ ഡിറ്റക്ടർ. അപ്പം അതുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിനകത്ത് ഒഴിവാക്കിയിട്ട് മറ്റൊരു വഴിയിലൂടെ കടന്നു പോകാനായിട്ട് അവരോട് പറയാൻ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ID കാർഡ് ഉപയോഗിക്കുന്നത്. കയ്യിൽ കൊണ്ടു നടക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഈ ഒരു ID കാർഡ് നമ്മൾ കയ്യിൽ കരുതിയാൽ നമുക്ക് ആ ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ ഇവരെ കാണിച്ചിട്ട് നമുക്ക് മറ്റൊരു വഴിയിലൂടെ പോകാം. കാരണം സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ അത് സ്കാൻ ചെയ്യാൻ പാടില്ല. കാരണം അതിൽ മാഗ്നറ്റ് ഉണ്ടായത് കാരണം നമുക്ക് ആ പ്രശ്നം ഉണ്ടാവട്ടെ, മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഡിവൈസുമായിട്ട്. അതായിരിക്കാൻ പറഞ്ഞത്. പിന്നെ പേസ് മേക്കർ ഘടിപ്പിച്ചിരിക്കുന്ന എന്ന വിവരം രേഖപ്പെടുത്തിയ കാർഡ് എപ്പോഴും പോക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതാണ് കേട്ടോ ആ കാർഡ്. അതിൽ എഴുതിയിട്ടുണ്ട് പേസ് മേക്കർ പേഷ്യൻ്റ് ID കാർഡ്. പിന്നെ കൂടുതൽ സംശയങ്ങൾക്ക് പേസ് മേക്കർ ക്ലിനിക്കുമായി ചൊവ്വ 10 അതുതന്നെ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും റെസ്ട്രിക്ഷൻസാണ് നമ്മൾ ഈ പേസ് മേക്കർ വെച്ചാൽ ഉടനെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മളിതൊരു 3 മാസത്തേക്ക് നമ്മൾ ആ ഒരു ഭാഗം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം, നമ്മുടെ ഹാർട്ടിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന കേബിൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ വയറ്, അങ്ങനെയാണ് പറയാം നമുക്ക്. ആ ഒരു കണക്ഷൻ ഈ ഡിവൈസും
അല്ലെങ്കിൽ ഈ ഒരു മെഷീനും നമ്മുടെ ഹൃദയമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന അത് നമ്മളെ കഴിഞ്ഞ ദിവസം മെറൻ എന്ന് പറഞ്ഞൊരു ചേച്ചി എവിടെ നിന്നായിരുന്നു വിളിച്ചാൽ യുക്വൈറ്റിൽ നിന്ന് ചേച്ചി അവിടുത്തെ കാത്ത് ലാബ് എന്ന് പറയും കേട്ടോ. നമ്മുടെ ഈ ഇത്തരം സർജറികൾ കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ലാബിലെ നേഴ്സാണ്. അപ്പം വളരെ വളരെ സന്തോഷമായെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു ചേച്ചി. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറേ കാര്യമല്ലേ ചേച്ചി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. വളരെ വ്യക്തമായിട്ടെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇപ്പോൾ ഡോക്ടേഴ്സ് അവരൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമെങ്കിൽ നമ്മളെ അടുത്തൊരാളായിട്ട് നമ്മളെ വളരെ സ്നേഹത്തോടെ അത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒത്തിരിയും കൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇല്ലേ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. ഒത്തിരി ടെൻഷനും കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നത് മാറി. പറഞ്ഞെങ്കിലും അതെ, കുറേ കാര്യങ്ങൾ മനസ്സിലെ കുറച്ച് പ്രശ്നങ്ങൾ ടെൻഷനൊക്കെ മാറിയില്ലേ. എന്നുവെച്ചാൽ ഇത് അത്രത്തെ കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്തൊക്കെ ചെയ്യാം ചെയ്യാതിരിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കേബിൾ അല്ലെങ്കിൽ വയർ അല്ലെങ്കിൽ ഒരു കണക്ഷൻ നമ്മൾ ഈ സമയത്ത് സർജറി ചെയ്ത ഉടനെ അത് കൈ കാലുകളൊക്കെ അനക്കി ആ ഒരു കൈ അനക്കിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന കണക്ഷൻസ് നമ്മുടെ ശരീരത്തിനകത്തുള്ള മസിൽസുകളുണ്ടല്ലോ, കുറേ മസിൽസുകളൊക്കെ ഇനി ആ സാധനം ഡിവൈസുമായിട്ട് അറ്റാച്ചായി. കാരണം അവിടെ ഒന്ന് ഇതാവണം, ഓക്കെ ആവണം ആ സാധനം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലി കൈ അനക്കിയാലും അതൊന്നും ഊരിപ്പോവില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഊരിപ്പോകാൻ കൂടുതൽ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അനക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഈ വിശേഷങ്ങൾ നിങ്ങൾ ഇത്തരം ഡിവൈസുകൾ വെക്കാൻ സാധ്യതയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അയൽക്കാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ മുറിവ് ഉണങ്ങുന്നവരെ കുളിക്കാൻ പാടില്ല. ആ മുറിവ് വളരെ സൂക്ഷിക്കണം. ഹൃദയത്തിൻ്റെ ഭാഗത്തായിട്ട് ഇൻഫെക്ഷൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ റിസ്ക് ഉള്ളൊരു ഭാഗവും കൂടിയാണ്. വളരെ ശ്രദ്ധിക്കാനായിട്ട് അത്തരക്കാരോട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം. അതിനുവേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമുക്കിത് പറഞ്ഞു തന്നത് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സും നേഴ്സും പറഞ്ഞു. അതുകൂടാതെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ളൊരു ചേച്ചി മെറിൻ ചേച്ചിയും കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മണിക്കൂർ സമയമെടുത്ത് പറഞ്ഞു തന്നു. അപ്പം നമ്മുടെ കുറേ ടെൻഷനും പ്രശ്നങ്ങളും അത് കേട്ടപ്പോഴേ മാറി, ഫ്രീ ആയി അല്ലേ, അപ്പോഴേ പാതി അല്ലേ ഒരു ഓണായി, ഒരു വളരെ സന്തോഷമായി. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പലരും ഇനി നമ്മളെ വിളിക്കാനായിട്ടിരിക്കുക. കുറേ കോളുകൾ ഇനി വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേന് കാത്തിരിക്കുമ്പം ഒരാളെ വിളിക്കാനുണ്ട്. അത് US ടൈമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ വിളിച്ചാൽ ഉറക്കമായിരിക്കും അവർ. ഒരു 6 മണിക്ക് ശേഷം വിളിച്ചാൽ അവിടെ രാവിലെ ആവും, നമ്മളിവിടെ വൈകിട്ടാകുമ്പോൾ രാവിലെ ആവുമല്ലോ. 1.5 മണിക്കൂർ എന്തോ വ്യത്യാസമുണ്ട് ആവുമ്പോഴും. അപ്പം ആൻറ്റിയുടെ സിസ്റ്ററും ഇതേ കണക്ക് 15 വർഷം മുന്നേ സംഭവം വെച്ചതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസും അമ്മയ്ക്ക് പറഞ്ഞുതരാൻ ആൻറ്റിക്കുണ്ട്. അപ്പോൾ അതും കൂടെ കേൾക്കാനുണ്ട്. അപ്പോൾ നിരന്തരമായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യം നിങ്ങളുടെ അടുത്തുള്ള ബന്ധുക്കാരുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എനർജി കിട്ടുകയാണ്. ഇത്തരം സിറ്റുവേഷനിലൂടെ പോകുന്നവർക്ക് ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടാവും. കാരണം ഹാർട്ടിനാണത് വെക്കുന്നത്, ഇനി എന്താവും എങ്ങനെയാവും എന്നൊക്കെ. ആ ഒരു പ്രതിസന്ധി കാര്യങ്ങളൊക്കെ ഘട്ടങ്ങളൊക്കെ മാറി കിടക്കാൻ നമുക്ക് ഒരുപാട് സഹായമാകുന്നുണ്ട്. നിങ്ങൾ പറയുന്നതും കമൻറ്റ് ചെയ്യുന്നതും വിളിക്കാത്തവരാണെങ്കിൽ മെസ്സേജ് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നവരും ഒക്കെ പറയുമ്പോൾ ഒരുപാട് ആശ്വാസമുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഇതിനു വേണ്ടി പറയാനുള്ളത്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളോ അയൽവക്കത്തുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളിത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കട്ടെ. ഇത്തരം കാര്യങ്ങൾ നരയുള്ള മുടിയെല്ലാം പറിച്ചു കളയാൻ പറഞ്ഞു ഞാൻ കേട്ടോ. ഫേൻ നോക്കുവാണ് അവസാനം എനിക്ക് മുടിയില്ല, അവിടെ ഇവിടെയൊക്കെ ഓരോ കറുത്ത മുടി മാത്രം ഉള്ള നരച്ചിരിച്ചില്ല കേട്ടോ. ശ്രീകുട്ടിൻ്റെ ദേവനൊക്കെ വന്നു. അപ്പം എന്താ പരിപാടി വെച്ചാൽ ഞങ്ങൾ പുറത്ത് വരെ പോകാമെന്ന് കരുതി. എനിക്ക് പിള്ളേർക്ക് അത് പുറത്ത് പോകണം. വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്കൊരു ചെറിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് ട്രിവാൻഡ്രം മാളിൽ. ഒന്നുമില്ല, അവിടെ പ്ലയാസോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് പ്ലേ സ്റ്റേഷനും മറ്റു പരിപാടികളൊക്കെ ഉള്ളൊരു സംഭവം കേട്ടോ. അവിടെ പോയിട്ട് നമ്മുടെ സജിത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മളൊരു വീഡിയോ ചെയ്ത് കൊടുക്കണം. സജിത്തിന് ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ചെയ്ത് കൊടുക്കണം. അപ്പം ഇവന്മാർക്ക് രണ്ടർക്കും ഫ്രീ പാസും കിട്ടും അവിടെ കേട്ടോ. അവിടെ എവിടെയെങ്കിലും കളിക്കാൻ കയറാനായിട്ട് എന്തെങ്കിലും ഗെയിമിൽ കയറാൻ വേണ്ടി കിട്ടുകയും ചെയ്യും. ഇഷ്ടമുള്ളിടത്ത് കയറാം. അപ്പോൾ അങ്ങനെ ചാൻസും കൂടെ കിട്ടി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ ഒരു ചാൻസ് മിസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവന്മാരെ ഒന്ന് കൊണ്ട് അവിടെ കയറ്റിയിട്ടൊക്കെ വരാമെന്ന് കരുതി. അതാ പരിപാടി. ആ നാളെ കഴിവിട്ടോളാം. അപ്പോൾ ഇനിയിപ്പോൾ നീ കഴിവിട്ട് എപ്പോൾ ഉണങ്ങാനത്? ഇന്നിപ്പോൾ മുക്കി വെച്ചാൽ വൈകുന്നേരമെല്ലാം കേൾക്കാൻ പറ്റുമോ? നാളെ എന്തായാലും വീട്ടിലോട്ട് പോകുമ്പോൾ എന്നാലും മതി. അപ്പോൾ എന്തായാലും ഇവിടെ ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിലും ഇന്നൊരു ഉപകാരം ഉണ്ടായി. ഒരു വർക്ക് എടുക്കാൻ പറ്റി, ഒരു വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് നല്ല കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിയുമ്പം ആ മാൾ വരെ ഒന്ന് പോകാം കേട്ടോ. ഓക്കെ.